ബേസിസ് അക്കൗണ്ടിംഗ് ക്യാഷ് ബേസിസ് അക്കൗണ്ടിംഗ് എന്നത് ഒരു സാമ്പത്തിക ഇടപാട് നടക്കുമ്പോൾ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അത് രേഖപ്പെടുത്തുന്ന ഒരു അക്കൗണ്ടിംഗ് രീതിയാണ്. ലളിതമായി പറഞ്ഞാൽ പണം കയ്യിൽ കിട്ടുമ്പോൾ വരുമാനമായും പണം കയ്യിൽ നിന്ന് പോകുമ്പോൾ ചെലവായും കണക്കാക്കുന്ന രീതിയാണിത്. പ്രധാന വിവരങ്ങൾ ഫുൾ ഡീറ്റെയിൽസ്. അടിസ്ഥാന തത്വം ബേസിക് പ്രിൻസിപ്പിൾ. ക്യാഷ് ബേസിസ് അക്കൗണ്ടിംഗിൽ വരുമാനം റവന്യൂ പണമായി ലഭിക്കുമ്പോൾ മാത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ ചെലവുകൾ എക്സ്പെൻസസ് പണമായി അടയ്ക്കുമ്പോൾ മാത്രം രേഖപ്പെടുത്തുന്നു. ഒരു ബിൽ ലഭിക്കുകയോ സേവനം ലഭ്യമാക്കുകയോ ചെയ്തതുകൊണ്ട് മാത്രം ചെലവുകൾ രേഖപ്പെടുത്തുന്നില്ല, പണം കൊടുക്കുമ്പോൾ മാത്രമേ രേഖപ്പെടുത്തൂ. ക്രെഡിറ്റ് ഇടപാടുകൾ വായ്പയായിട്ടുള്ള വാങ്ങലുകളും വിൽപ്പനകളും പണം കൈമാറ്റം ചെയ്യുന്നതുവരെ ഇതിൽ രേഖപ്പെടുത്താറില്ല. ആർക്കാണിത് അനുയോജ്യം? ഹൂ ഈസ് ഇറ്റ് സൂട്ടബിൾ ഫോർ? ചെറിയ ബിസിനസ്സുകൾ സ്മോൾ ബിസിനസ്സസ്. ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങളും കുറഞ്ഞ ഇടപാടുകളുമുള്ള ബിസിനസ്സുകൾക്ക് ഇത് വളരെ എളുപ്പമാണ്. ഫ്രീലാൻസേഴ്സ് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നവർ സോൾ പ്രൊപ്രൈറ്റേഴ്സ് ഇവർക്ക് സാധാരണയായി അക്കൗണ്ടിംഗ് ലളിതമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇൻവെന്ററി ഇല്ലാത്ത ബിസിനസ്സുകൾ സാധനങ്ങളുടെ സ്റ്റോക്ക് കൈകാര്യം ചെയ്യാത്ത ബിസിനസ്സുകൾക്ക് ഇത് കൂടുതൽ അനുയോജ്യമാണ്. ക്രെഡിറ്റ് ഇടപാടുകൾ കുറവുള്ള ബിസിനസ്സുകൾ പണമായി മാത്രം ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഇത് ഏറ്റവും മികച്ചതാണ്. പ്രവർത്തന രീതി ഹൗ ഇറ്റ് വർക്ക്സ്. വരുമാനം രേഖപ്പെടുത്തുന്നത് റെക്കോർഡിംഗ് ഇൻകം. ഒരു ഉപഭോക്താവ് നിങ്ങൾക്ക് പണം നൽകുമ്പോൾ പണമായോ ചെക്കായോ ബാങ്ക് ട്രാൻസ്ഫറായോ മാത്രമേ വരുമാനം രേഖപ്പെടുത്തൂ. ഉദാഹരണത്തിന്, നിങ്ങൾ ജൂണിൽ ഒരു സേവനം നൽകി, പക്ഷേ പണം ലഭിച്ചത് ജൂലൈയിലാണെങ്കിൽ ആ വരുമാനം ജൂലൈയിലാണ് രേഖപ്പെടുത്തുന്നത്. ചെലവുകൾ രേഖപ്പെടുത്തുന്നത് റെക്കോർഡിംഗ് എക്സ്പെൻസസ്. നിങ്ങൾ പണം അടയ്ക്കുമ്പോൾ മാത്രമേ ചെലവുകൾ രേഖപ്പെടുത്തൂ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഏപ്രിലിൽ ഒരു ബിൽ ലഭിച്ചു, പക്ഷേ നിങ്ങൾ അത് മെയ് മാസത്തിൽ അടച്ചുവെങ്കിൽ ചെലവ് മെയ് മാസത്തിലാണ് രേഖപ്പെടുത്തുന്നത്. നേട്ടങ്ങൾ അഡ്വാൻറ്റേജസ്. ലാളിത്യം സിംപ്ലിസിറ്റി. ഇത് മനസ്സിലാക്കാനും നടപ്പിലാക്കാനും വളരെ എളുപ്പമാണ്. സങ്കീർണമായ അക്കൗണ്ടിംഗ് നിയമങ്ങൾ ആവശ്യമില്ല. യഥാർത്ഥ പണത്തിന്റെ ഒഴുക്ക് ആക്യുറേറ്റ് ക്യാഷ് ഫ്ലോ. നിങ്ങളുടെ കൈവശം എത്ര പണമുണ്ടെന്നും എത്ര പണം പുറത്തേക്ക് പോകുന്നുണ്ടെന്നും ഇത് കൃത്യമായി കാണിക്കുന്നു. നികുതി ആസൂത്രണം ടാക്സ് പ്ലാനിംഗ്. വരുമാനം ലഭിക്കുമ്പോൾ മാത്രം നികുതി കണക്കാക്കുന്നതിനാൽ ചിലപ്പോൾ നികുതി നൽകുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കും. ഇത് ഓരോ രാജ്യത്തെയും നികുതി നിയമങ്ങളെ ആശ്രയിച്ചിരിക്കും. കുറഞ്ഞ രേഖകൾ ലെസ് പേപ്പർ വർക്ക്. അക്രൂവൽ അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് ഇതിന് കുറഞ്ഞ രേഖകൾ മതി. പോരായ്മകൾ ഡിസഡ്വാൻറ്റേജസ്. യഥാർത്ഥ സാമ്പത്തിക ചിത്രം നൽകുന്നില്ല. ഡസന്റ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ പിക്ചർ. നിങ്ങൾ ലഭിക്കാനുള്ള പണവും അക്കൗണ്ട്സ് റിസീവബിൾ നൽകാനുള്ള പണവും അക്കൗണ്ട്സ് പേയബിൾ ഇതിൽ രേഖപ്പെടുത്തുന്നില്ല. ഇത് ഒരു ബിസിനസിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ധാരാളം പണം ലഭിക്കാനുണ്ടെങ്കിലും കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് ബിസിനസ് മോശം അവസ്ഥയിലാണെന്ന് ഇത് കാണിച്ചേക്കാം. GAAP ഓഫ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ളതല്ല. വലിയ കമ്പനികൾക്കും പൊതു കമ്പനികൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല, കാരണം ഇത് GAAP നിയമങ്ങൾക്ക് അനുസൃതമല്ല. സങ്കീർണമായ ബിസിനസ്സുകൾക്ക് അനുയോജ്യമല്ല. നോട്ട് സ്യൂറ്റബിൾ ഫോർ കോംപ്ലക്സ് ബിസിനസ്സസ്. വലിയ ക്രെഡിറ്റ് ഇടപാടുകളും ഇൻവെന്ററിയുമുള്ള ബിസിനസ്സുകൾക്ക് ഇത് അനുയോജ്യമല്ല. അക്രൂവൽ ബേസിസ് അക്കൗണ്ടിംഗും ക്യാഷ് ബേസിസ് അക്കൗണ്ടിംഗും തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബേസിസ് ആൻഡ് അക്രൂവൽ ബേസിസ് അക്കൗണ്ടിംഗ്. പ്രധാന വ്യത്യാസം ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സമയത്തിലാണ്. ക്യാഷ് ബേസിസ് പണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മാത്രം രേഖപ്പെടുത്തുന്നു. അക്രൂവൽ ബേസിസ് പണം കൈമാറ്റം ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും വരുമാനം ലഭിക്കുമ്പോൾ ഏൺഡ് തന്നെ രേഖപ്പെടുത്തുന്നു. ചെലവുകൾ സംഭവിക്കുമ്പോൾ ഇൻകേർഡ് തന്നെ രേഖപ്പെടുത്തുന്നു. അതായത് ഒരു ബിൽ ലഭിച്ചാൽ അത് ചെലവായി രേഖപ്പെടുത്തുന്നു, പണം അടയ്ക്കുന്നത് പിന്നീടായാലും. ചുരുക്കത്തിൽ, ക്യാഷ് ബേസിസ് അക്കൗണ്ടിംഗ് ചെറിയ ബിസിനസ്സുകൾക്ക് അവരുടെ പണത്തിന്റെ ഒഴുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലളിതമായ ഒരു രീതിയാണ്. എന്നാൽ ഒരു ബിസിനസിന്റെ പൂർണ്ണമായ സാമ്പത്തിക ചിത്രം ലഭിക്കാൻ ഇതെല്ലായ്പ്പോഴും പര്യാപ്തമല്ല.